കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ ബോഡി കൊണ്ടുപോകാമായിരുന്നു. ഐസിയുവിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, നിസ്സഹായതയോടെ അർജുൻ വിളിച്ചു. പിന്നെ എന്താ അർജുൻ ഞാൻ പറയേണ്ടത്? ആ കുട്ടിക്ക് ഭക്ഷണമൊന്നും കൊടുക്കാറില്ലേ നിങ്ങൾ? ആ കുട്ടിയുടെ ബോഡി നന്നേ വീക്കാണ്. വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായതുപോലെയുണ്ട്. കുറച്ചു സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയെ ജീവനോടെ കിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല, തന്നെ അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതൊരു പോലീസ് കേസ് ആക്കാത്തത്. ഇല്ലെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുട്ടിയെ ഉപദ്രവിച്ചതിനുള്ള പാടുണ്ട് ദേഹത്ത്. ഡോക്ടർ, സോറി, ഇനി ശ്രദ്ധിച്ചോളാം. അർജുൻ്റെ തല താഴ്ന്നുപോയി ഡോക്ടറുടെ മുന്നിൽ. അർജുൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് നീരജ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതൊരു പോലീസ് കേസ് ആകാതിരിക്കുന്നത്. പറയാതിരിക്കാൻ കഴിയുന്നില്ലടോ. അത്രയും അവശതയുണ്ട് ആ കുട്ടിക്ക്. അർജുൻ്റെ അവസ്ഥ മനസ്സിലാക്കി നീരജ ശബ്ദം മയപ്പെടുത്തി. അഭിയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഡോക്ടർക്ക് പോലും സങ്കടമായിപ്പോയി. അവളുടെ നിഷ്കളങ്കത നിറഞ്ഞ മുഖം ആരെയും വേദനിപ്പിക്കും. ശ്രദ്ധിച്ചോളാം ഡോക്ടർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല, മാധവനും പറഞ്ഞു. ആ കുട്ടിയുടെ ഹസ്ബൻഡ് വരുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറയണം. അർജുൻ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണം. ഫ്രീ ആകുമ്പോൾ എൻ്റെ ക്യാബിൻ വരെ ഒന്ന് വരണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഈ പെൺകുട്ടിയെ മറ്റെന്തൊക്കെയോ ആവശ്യത്തിനു വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. സംശയമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ. ഡോക്ടർ പോയതും മാധവൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അച്ഛാ, പതുക്കെ, ഇത് ഹോസ്പിറ്റലാണ്. പിന്നെ പറയാതെ. ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ വീട്ടുകാരോട് എന്തു പറയും? അവൻ വരട്ടെ, നല്ല 4 പറഞ്ഞാലേ ശരിയാകൂ. അർജു, നീ രോഹനെ വിളിച്ചേ. അവൻ അവിടെ ഉണ്ടാകും. മാധവൻ ദേഷ്യം അടങ്ങുന്നില്ല. എന്തെന്നാൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് ചൂളിപ്പോയിരുന്നു മാധവനും. പിന്നെ ഒട്ടും താമസിച്ചില്ല. അർജുൻ ഫോണെടുത്ത് രോഹനെ വിളിച്ചു. എന്നാൽ ഓഫീസിൽ ഇതുവരെ ഹർഷൻ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞതും അർജുൻ ഫോൺ കട്ടാക്കിയിരുന്നു. കാര്യം മാധവനോട് പറയുകയും ചെയ്തു. ഇവൻ പിന്നെ എവിടെ പോയിരിക്കുക? ചിലപ്പോൾ ഫ്ലാറ്റിലുണ്ടാകും, അവൻ്റെ കൂട്ടുകാരോടൊപ്പം. അർജു, ഒരു കാര്യം ചെയ്യ്, നീ കാറെടുത്ത് സേതുവിൻ്റെ ഫ്ലാറ്റ് വരെ പോയി വാ. അവൻ അവിടെ തന്നെ ഉണ്ടാകും. കൈയോടെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യണം. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ആ കൊച്ചിൻ്റെ വീട്ടുകാരോട് ഞാൻ പോയി സംസാരിക്കാം. മാധവന് ഹർഷനോടുള്ള ദേഷ്യം കൂടി വരികയാണ് ചെയ്യുന്നത്. അഭിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. ഓരോന്നോർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കലങ്ങി മറിയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാം. താൻ ടെൻഷനാവാതെ തൻ്റെ സുഹൃത്തിൻ്റെ തോളിൽ കൈവച്ച് രാജേന്ദ്രൻ സമാധാനിപ്പിക്കാൻ നോക്കി. എന്തെന്നാൽ മാധവൻ്റെ ഇങ്ങനെയുള്ള ഒരു മുഖം പരിചിതമല്ലാത്തതാണ് രാജേന്ദ്രനും അർജുനും. ഹർഷനും അർജുനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ പോലും മാധവൻ ഇത്രയും ടെൻഷനടിച്ചില്ലെന്ന് രാജേന്ദ്രൻ ഓർത്തു. അതെ, അച്ഛൻ സമാധാനിക്ക്, ഞാൻ പോയി വരാം. അവൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. രണ്ടുപേരോടും പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അർജുൻ്റെ ഫോണിലേക്ക് മീനാക്ഷിയുടെ കോൾ വന്നത്. അമ്മയുടെ നമ്പർ ഫോണിൽ കണ്ടതും അവൻ വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു. മോനെ, എന്തായി? അഭിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? വെപ്രാളമുണ്ടായിരുന്നു മീനാക്ഷിയുടെ വാക്കുകളിൽ. ഇല്ലമ്മേ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയാനായിരുന്നു അർജുന് തോന്നിയത്. വീട്ടിൽ നിൽക്കുന്നവരെ വെറുതെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? ആ മോനെ, അമ്മ വിളിച്ചത് ഇപ്പോൾ ഹർഷൻ ഇവിടെ വന്നിരുന്നു. ഹർഷനോ? കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അർജുന്. ഫോണിലൂടെ അർജുൻ ഹർഷന്റെ പേര് പറയുന്നത് കേട്ടതും മാധവനും രാജേന്ദ്രനും അവൻ്റെ അടുത്തേക്ക് വന്നു. അതെ, എന്നോടൊന്നും പറഞ്ഞില്ല. നേരെ നന്ദിനിയുടെ റൂമിൽ പോയി. കുറച്ചു സമയം അമ്മയും മകനും സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒറ്റ പോക്കായിരുന്നു പുറത്തേക്ക്. അവൻ പോയി കഴിഞ്ഞതും ഞാൻ നന്ദിനിയുടെ റൂമിൽ പോയപ്പോൾ അവളാ പറഞ്ഞത്, ഇനി 6 മാസം കഴിഞ്ഞാലേ ഹർഷൻ നാട്ടിലേക്ക് വരുമെന്ന്. അവന് UK-യിൽ എന്തോ ബിസിനസ് മീറ്റ്. അഭിയെ അമ്മയെ ഏൽപ്പിക്കുന്നുവെന്നും. എനിക്കൊന്നും മനസ്സിലായില്ല. അതാ ഞാൻ വേഗം നിന്നെ വിളിച്ചത്. 6 മാസമോ? ഇപ്പോഴാണോ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അർജുന് ആശ്ചര്യം തോന്നിപ്പോയി. 6 മാസത്തേക്ക് ഇവിടെ നിന്നും പോകുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ അവൻ്റെ ഭാര്യയോ? ഒപ്പം അവനെ എങ്ങനെയെങ്കിലും ഇവിടെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് അർജുന് തോന്നി. ഒരു അരമണിക്കൂറായി ഞാൻ നന്ദിനിയുടെ അടുത്തായിരുന്നു. അവൾ ഓരോന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയതാ. ഇല്ലെങ്കിൽ ഞാൻ അവന് ഇറങ്ങിയ പാടെ വിളിച്ചേനെ. അവനിപ്പോൾ എയർപോർട്ടിൽ എത്തേണ്ട സമയമായതേ ഉള്ളൂ. ശരിയമ്മേ, ഞാൻ വിളിക്കാം. അർജുൻ വേഗം ഫോൺ കട്ടാക്കി. ഒപ്പം തന്നെ ഉറ്റുനോക്കുന്നവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് കാറുമെടുത്ത് വേഗത്തിൽ എയർപോർട്ട് ലക്ഷ്യമാക്കി പോയി. നാശം. എയർപോർട്ടിൽ പോകുന്ന വഴി ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് അർജുൻ. മറ്റൊരു വഴിയെ പോകാമെന്ന് വെച്ചാൽ പിറകിലും വാഹനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മുന്നോട്ടും പിന്നോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥ. അവൻ്റെ ദേഷ്യം മുഴുവൻ ഹോണടിച്ചും സ്റ്റിയറിങ്ങിൽ അടിച്ചും അവൻ തീർക്കുന്നുണ്ട്.
എങ്ങനെയെങ്കിലും എയർപോർട്ടിലെത്തി ഹർഷനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് അവന്. പക്ഷേ ഈ ബ്ലോക്ക് 1/4 മണിക്കൂർ എടുത്തിരുന്നു അവൻ എയർപോർട്ടിലെത്തുമ്പോൾ. അവൻ വേഗം കാർ പാർക്ക് ചെയ്ത് അകത്തേക്ക് ഓടുകയായിരുന്നു. സാർ പ്ലീസ്. അകത്തേക്ക് പോകാൻ നിന്നവനെ സെക്യൂരിറ്റി തടഞ്ഞു. ഛേ, സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞപ്പോഴാണ് അർജുന് ഓർമ്മ വന്നത് പാസ്പോർട്ട് ഇല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന്. അവൻ ഉടനെ ഫോൺ എടുത്ത് ഹർഷന്റെ നമ്പറിലേക്ക് വിളിച്ചു. അല്പം മുമ്പ് വരെ റിങ് ചെയ്തിരുന്ന ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അവൻ 1-2 തവണ ട്രൈ ചെയ്തു. അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു ഫോൺ. അതേസമയമാണ് ദുബായ് ടച്ച് UK ഫ്ലൈറ്റ് അറൈവൽ എന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് വന്നത്. അനൗൺസ്മെന്റ് കേട്ടതും ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് അർജുന് മനസ്സിലായി. നിസ്സഹായതയോടെ അവൻ അല്പസമയം അവിടെ തന്നെ നിന്നു. അതേസമയം തന്നെ മാധവന്റെ കോൾ അർജുന് വന്നു. അച്ഛന്റെ കോൾ കണ്ടതും അവന് മനസ്സിലായി ഹർഷന്റെ കാര്യം തിരക്കിയാണ് വിളിക്കുന്നതെന്ന്. അച്ഛനോട് എന്തു പറയും? അവൻ പോയെന്നോ? എന്തു പറയണമെന്നറിയാതെ അർജുന്റെ തല പെരുത്തു. വീണ്ടും വീണ്ടും വരുന്ന മാധവന്റെ ഫോൺ കോൾ അവനെ വല്ലാതെയാക്കുന്നുണ്ട്. എന്തായാലും പറയണം. അത് കുറച്ച് നേരത്തെ ആയാൽ നന്നെന്ന് മനസ്സിലാക്കിയതും അർജുൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ അർജുൻ ഫോൺ എടുക്കാത്തത്? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? മാധവന്റെ ശബ്ദത്തിൽ ഇപ്പോഴും ഗൗരവമാണ്. എന്തെന്നാൽ കാര്യം അറിയാത്തതിലുള്ള അസ്വസ്ഥത ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അവൻ പോയി. അത്രയേ അർജുന് പറയാനുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും വേറെ എന്തു പറയാനാണ്? പോകാനോ? ഗൗരവം മാറി ആ ശബ്ദത്തിൽ പകപ്പ് നിറയുന്നത് അർജുൻ മനസ്സിലാക്കുന്നു. അച്ഛനും പ്രതീക്ഷിച്ചു കാണണം ഹർഷൻ തിരിച്ചു വരുമെന്ന്. അതാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഞാനിവിടെ എത്തുമ്പോഴേക്കും ഫ്ലൈറ്റ് പോയിരുന്നു. അർജുന്റെ ശബ്ദം പതിഞ്ഞ രീതിയിലായിരുന്നു. ഒരുപക്ഷെ ബ്ലോക്കിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഹർഷനെ കാണാമായിരുന്നു എന്ന് അവന് ഓർത്തു. അപ്പോൾ അവന്റെ ഭാര്യയോ? ചോദ്യമുണ്ടായിരുന്നു മാധവന്റെ വാക്കുകളിൽ. എന്തെന്നാൽ അഭി ഇനി എങ്ങനെ? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായതേയുള്ളൂ. അതും പ്രണയവിവാഹം. എന്നിട്ടും അവൻ എന്തിന് അവളെ തനിച്ചാക്കി പോയി? ഞാൻ വന്നിട്ട് സംസാരിക്കാം. അത്രയും പറഞ്ഞ് അർജുൻ ഫോൺ കട്ടാക്കി. ഒപ്പം അഭിക്ക് ബോധം വന്നാൽ ചോദിക്കാനായി അവന്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങളും കടന്നു വന്നു. ഒരു നാടകമാണെന്നറിയാം. പക്ഷേ എന്തിന്? അതിനു മാത്രം അഭിനയും ഹർഷനും തമ്മിൽ എന്തു ബന്ധം? അവളെ ദ്രോഹിക്കാൻ പോലും അവന് തോന്നണമെങ്കിൽ ഇവർ തമ്മിൽ? അർജുന്റെ മനസ്സ് പുകഞ്ഞു. എപ്പോഴൊക്കെയോ അഭിയോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിരുന്നു അവന്. അപ്പോഴും ഹർഷന്റെ ഭാര്യാസ്ഥാനം തന്നെയാണ് അവൻ അവൾക്ക് നൽകിയത്. പക്ഷേ ഹർഷന്റെ പെരുമാറ്റം അവനെ സംശയിക്കുന്നു. എല്ലാം അറിയണമെന്ന് അവൻ തീരുമാനിച്ചു. അതിന് അഭിനയ തന്നെ മനസ്സ് തുറക്കണമെന്നും അവന് മനസ്സിലായി. ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കാർ പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നടന്നു. അർജുൻ കാറിന്റെ ഭാഗത്തെത്താറായതും പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ടാണ് അർജുൻ തിരിഞ്ഞു നോക്കിയത്. തന്നെ നോക്കി ചിരിക്കുന്ന ആളെ കണ്ടതും അവനും ചെറുപുഞ്ചിരി കൈമാറി. ഒപ്പം വേഗത്തിൽ തന്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ നോക്കിക്കാണുകയാണ് അർജുൻ. താനെന്താടോ ഇവിടെ? അർജുന്റെ അടുത്തേക്ക് എത്തിയതും ചോദ്യം വന്നിരുന്നു. ഞാൻ ഒരാളെ കാണാൻ വന്നതാ. ഹർഷനെയാണ് കാണാൻ വന്നതെന്ന് പറയാൻ അവനൊരു മടി തോന്നി. നീ തനിച്ചാണോ? അർജുന്റെ ചുറ്റും നോക്കിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അതെ. എന്താടാ? അല്ല, നീ എന്താ ഇവിടെ? അർജുൻ തിരിച്ച് അവനോട് ചോദിച്ചു. ഞാൻ ബോസിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ആരെ? ഹർഷനെയോ? അർജുന്റെ വാക്കുകളിലും മുഖത്തും ആശ്ചര്യം വന്നു. അതെ, പിന്നെ എനിക്ക് വേറെ ബോസ് ഒന്നുമില്ലല്ലോ. എന്താടാ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹർഷന്റെ മുഖം വാടിയത് കണ്ടതും അവൻ ചോദിച്ചു. ഞാനിവിടെ വന്നത് ഹർഷനെ തിരിച്ചു കൊണ്ടുപോകാനാ. ഇനിയും തന്റെ മുന്നിൽ നിൽക്കുന്നവനോട് മറ്റൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല അർജുന്. ബോസിനെയോ? അപ്പോൾ നിങ്ങൾ ഒന്നായോ? ചോദിക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്തെന്നാൽ ഹർഷനും അർജുനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാവുന്നവനാണ്. അത് സോൾവായി എന്നറിഞ്ഞതിൽ അവന് സന്തോഷമുണ്ട്. ഒന്നായോന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ അവനെ തിരക്കി വന്നത്. എന്തത്യാവശ്യം? അതുമല്ല, ബോസ് പോയില്ലേ? അവന്റെ മുഖത്ത് സംശയം നിഴലിച്ചു. പോയി. അവൻ 6 മാസം കഴിഞ്ഞ് വരുമെന്ന് അറിഞ്ഞു. നിസ്സംഗതയോടെ അർജുൻ പറഞ്ഞു. ട്രീറ്റ്മെന്റ് കഴിയാൻ 6 മാസം ആകുമായിരിക്കും. ഏതോ ഒരു ഓർമ്മയിൽ അർജുനോട് പറയുകയാണവൻ. ട്രീറ്റ്മെന്റ്? ആർക്ക്? അർജുന്റെ മുഖത്തും സംശയം കടന്നു വന്നു. അത് അവന്റെ വാക്കുകളിലുമുണ്ട്. ഇനി ഹർഷനും മറ്റും എന്തെങ്കിലും? അതുകൊണ്ടായിരിക്കുമോ ആരോടും പറയാതെ വേഗം പോയത്? ചെറിയ നിമിഷം കൊണ്ട് ഒരുപാട് ചിന്തകൾ അർജുന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ പെണ്ണിനെ നിനക്കറിയില്ലേ? അന്ന് ആക്സിഡന്റ് ആയ അന്ന് ഈ കൊച്ചിന്റെ വണ്ടി ഇടിച്ചല്ലേ രവി സാറും മോളും മരണപ്പെട്ടത്? ഇത്രയും നാളും തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിലായിരുന്നു. ഇടയ്ക്ക് ഞാൻ പോയി നിൽക്കാറുണ്ട്. ഒരു ബോറു പണിയാ. ഐസുവിന് മുന്നിൽ വെറുതെ പോയിരിക്കണം. ബോസ് പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. നിനക്കും അറിയുന്നതല്ലേ അദ്ദേഹത്തിന്റെ സ്വഭാവം. അല്ല, ഈ കാര്യങ്ങളൊന്നും നിനക്കറിയില്ലേ? പറഞ്ഞു കഴിഞ്ഞതും കാര്യഭാവത്തോടെ അവൻ അർജുനെ നോക്കി.
എന്നാൽ അർജു അവനെ പകപ്പോടെ നോക്കുകയാണ്. എന്തെന്നാൽ കേട്ടത് വിശ്വാസയോഗ്യമല്ലാത്ത കാര്യവും. ആ കുട്ടി ഇപ്പോഴും ജീവനോടെയുണ്ടോ? ഒന്നും മനസ്സിലാക്കാതെ അർജു അവനെ പകച്ചു നോക്കി. എന്താടാ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നും മിണ്ടാതെ തന്നെ തുറച്ചു നോക്കുന്ന അർജുനെ കണ്ടപ്പോൾ അവന് വല്ലാതെയായി. ആ പെങ്കൊച്ചു ജീവനോടെ ഉള്ളത് ആർക്കെങ്കിലും അറിയുമോ? അല്പനേരത്തിന് ശേഷം വീണ്ടും അർജുൻ ചോദിച്ചു. അറിയില്ല. ബോസ് പറയുന്നു, ഞാൻ അനുസരിക്കുന്നു. നീ വാ, ഇനിയും നീ പൊരുവെയിലത്ത് നിൽക്കണ്ട. അർജുനെയും പിടിച്ചുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് നടന്നു അഗത്. എന്നെ ഒന്ന് കമ്പനി വരെ ഡ്രോപ്പ് ചെയ്യണം നീ. കമ്പനിക്കാരന് എന്തോ മിസ്സിംഗ്. ഡ്രൈവർ നന്നാക്കുന്നുണ്ട്. ടാക്സി പിടിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് നിന്നെ കണ്ടത്. രണ്ടുപേരും അർജുന്റെ കാറിന്റെ അടുത്ത് എത്തിയതും അഗത് പറഞ്ഞു. അർജുൻ ഒന്നും മൂളിയതേയുള്ളൂ. എന്തെന്നാൽ അഗത് പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും മുഴുകിയിരിക്കുകയാണ് അവൻ. പിന്നെ രണ്ടുപേരും അവിടെ നിന്നില്ല. കാറിലേക്ക് കയറി അവിടെ നിന്ന് നീങ്ങി. അപ്പോഴും വാതോരാതെ സംസാരിക്കുകയാണ് അഗത്. എല്ലാത്തിനും മൂളിയും മുക്കിയും മറുപടി നൽകുന്നുണ്ട് അർജുൻ. എന്തെന്നാൽ അവൻ അഗത് പറഞ്ഞ പെൺകുട്ടിയിൽ നിൽക്കുകയാണ്. എന്തെന്നാൽ ആ പെൺകുട്ടി ജീവനോടെയുണ്ടെന്ന് കേട്ടപ്പോഴുള്ള പകപ്പ് ഇപ്പോഴും അവനുണ്ട്. ആ പെൺകുട്ടി മരിച്ചുപോയെന്നാണ് എല്ലാവരും കരുതിയത്. അല്ല, നീ എന്തിനാ ഹർഷനെ തിരക്കി ഇവിടേക്ക് വന്നത്? സംസാരത്തിനിടയിൽ ആ കാര്യം ഓർമ്മ വന്നതും അഗത് ചോദിച്ചു. അത് പറയാതിരിക്കുന്നതാ ഭേദം. അവന്റെ ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. അവന് ഡോക്ടർക്ക് കാണണമെന്ന്. അവനോട് കാര്യം പറയാമെന്ന് വെച്ചാൽ അവൻ ഫോണും എടുക്കുന്നില്ല. നേരെ ഇവിടേക്ക് പോന്നു. കണ്ടാൽ നേരിട്ട് കൂട്ടിക്കൊണ്ടു പോകാമല്ലോ. ഡ്രൈവിങ്ങിനിടെ അലസമായി അവന് മറുപടി കൊടുത്തു. കാര്യങ്ങളുടെ സത്യാവസ്ഥ അർജുൻ പറഞ്ഞില്ല. എന്തെന്നാൽ ഇത് തങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. മറ്റൊരാൾ അറിയുന്നത് അത്ര നല്ലതല്ലെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം മാത്രമേ അഗത്തിനോട് അർജുൻ പറഞ്ഞുള്ളൂ. ഏത്? ആ എഗ്രിമെന്റ് കക്ഷിയാണോ? അർജുൻ പറഞ്ഞു കഴിഞ്ഞതും അഗത് ചോദിക്കലും ഒരുമിച്ചായിരുന്നു. അതേസമയം അഗത്തിന്റെ ഭാഗത്തു നിന്നും തമാശ മട്ടിൽ അങ്ങനെയൊരു ചോദ്യം ഉയർന്നതും അർജുൻ ഡ്രൈവ് ചെയ്യുന്നതിനിടെ സഡൻ ബ്രേക്ക് ഇട്ടിരുന്നു. ഒപ്പം അഗത്തിനെ പകപ്പോടെ അർജുൻ നോക്കുകയും ചെയ്തു. എന്താടാ? സഡൻ ബ്രേക്കിട്ട് തന്നെ ഉറ്റുനോക്കുന്നവനെ അഗത്തും നോക്കി. ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നു എന്ന മട്ടിലാണ് അഗത്ത് നോക്കുന്നത്. അതിനു മാത്രം താനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, അപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അവന് ഓർമ്മ വന്നത്. അബദ്ധം പറ്റിപ്പോയോ? അഗത് അർജുനെ നോക്കി വെളുക്കനെ ചിരിച്ചു. നിന്റെ എളി അവിടെ നിൽക്കട്ടെ. എന്താ കാര്യം, പറഞ്ഞോ. താനിപ്പോൾ പറഞ്ഞത് അബദ്ധമാണെന്ന് അഗത്തിന് മനസ്സിലായെന്ന് അർജുനും അറിഞ്ഞതും അതേ ഇളിയോടെ ചോദിക്കുകയായിരുന്നു അർജു. ഒപ്പം കാർ മുന്നോട്ടെടുത്ത് സൈഡിലേക്ക് കാർ മാറ്റി നിർത്തുകയും ചെയ്തു. തന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന മട്ടിൽ അഗത് ഇരിക്കുന്നുമുണ്ട്. എന്തായാലും കാര്യം അറിഞ്ഞിട്ടേ അർജുൻ തന്നെ ഇനി വിടൂ. കാര്യങ്ങളൊക്കെ അർജുൻ അറിഞ്ഞാൽ അത് ബോസിനോട് ചോദിച്ചാൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്റെ നശിച്ച നാവ്. സ്വയം തലക്കിട്ട് കൊട്ടി അകത്ത്. മോനെ, അവിടെ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് വാ, ചേട്ടൻ ചോദിക്കട്ടെ. ഒരു താളത്തിൽ ചോദിച്ചുകൊണ്ട് അർജുൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ അഗത് പുറത്തേക്ക് വന്നു. പറയ്, എന്താ ഈ എഗ്രിമെന്റ് കഥ? തന്റെ അടുത്തേക്ക് അകത്ത് വന്നതും അർജുൻ ചോദിച്ചു. ഏത് എഗ്രിമെന്റ്? എന്ത് എഗ്രിമെന്റ്? അർജുനിൽ നിന്ന് വഴുതി പോകാൻ ഒരു ശ്രമം നടത്തുകയാണ് അഗത്. അവന് തന്നെ അറിയാം ഒരു കാര്യവുമില്ലെന്ന്. എന്നാലും ഒരു ശ്രമം. നീ ഇപ്പോൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹർഷനെ വിളിക്കും. പിന്നെ പറയണ്ടല്ലോ, അവനെ നിനക്ക് നന്നായി അറിയുന്നതല്ലേ. നീ കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ എന്റെ പൊന്നു മച്ച, ചതിക്കല്ലേ. അർജുൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അർജുന്റെ കൈകളിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു അഗത്. എന്നാൽ പറയൂ, എന്ത് എഗ്രിമെന്റിന്റെ കാര്യമാണ് നീ പറഞ്ഞത്? തന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കൈകൾ വിടുവിച്ചുകൊണ്ട് അവൻ കാര്യഭാവത്തിൽ ചോദിച്ചു. പറയാം, പക്ഷേ ബോസ് ഒരിക്കലും അറിയരുത് ഞാനാ പറഞ്ഞതെന്ന്. അപേക്ഷയായിരുന്നു അഗത്തിന്റെ വാക്കുകളിൽ. എന്തെന്നാൽ ഹർഷനെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ട്. രഹസ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ പരസ്യപ്പെടുത്താൻ പോകുന്നത്. എപ്പോഴെങ്കിലും ഹർഷൻ അറിഞ്ഞാൽ തന്നെ ജീവനോടെ വെച്ചേക്കില്ലെന്ന് അവനറിയാം. അതിന്റെ ഭയം നന്നായിട്ടുണ്ടവന്. ഇല്ല, നീ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞതെന്ന് ആരോടും പറയില്ല. പക്ഷേ പറയുമ്പോൾ മുഴുവനായും നീ പറയണം. ആദ്യം മുതൽ ഇവിടം വരെ ഉള്ളത്. താക്കീതുമുണ്ടായിരുന്നു അർജുന്റെ വാക്കുകളിൽ. ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അഗത് പറയാൻ തുടങ്ങി.